السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്തുൽ ബഖറയിലെ 1-2 പേജുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ പേജ് പഠിക്കാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. 16 വരെയുള്ള ആയത്തുകളായിരുന്നു. അതൊന്ന് പെട്ടെന്നൊന്ന് റിവ്യൂ ചെയ്യാണ്. ഒന്നാമത്തെ പേജിൽ മുത്തഖികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അവരുടെ സ്വഭാവം, പിന്നെ ഖുർആൻ എന്തിനാണ്, ആർക്ക് വേണ്ടിയ എന്നുള്ള ഒരു സമ്മറിയാണ് ഫസ്റ്റ് പേജിൽ പഠിപ്പിച്ചത്, അള്ളാഹു പറയുന്നത്. രണ്ടാമത്തെ പേജിൽ കാഫിറുകളുമായിട്ട് ബന്ധപ്പെട്ട് കാഫിറുകൾ ആരാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് നാട്ടിൽ, അവരുടെ നിലപാടുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള വിഷയങ്ങളാണ് രണ്ടാമത്തെ പേജിൽ പറയുന്നത്. മൂന്നാമത്തെ പേജ് കാഫിറുകളുടെ തന്നെ നിഷേധാത്മക നിലപാടുമായിട്ട് അവർ ജീവിക്കുമ്പോൾ ചില ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അള്ളാഹു ഒരു ഉദാഹരണത്തിലൂടെ പറയാം. അള്ളാഹു ഒരു വെളിച്ചം, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ഒരു ലൈറ്റ് കത്തിച്ചു, ഒരു വെളിച്ചം, ഒരു തീ കത്തിക്കുക, ഒരു ഇരുട്ടടഞ്ഞ ഒരു സ്ഥലത്ത്, ലൈറ്റ് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഒരാൾ ഒരു വെളിച്ചം ഉണ്ടാക്കി. ആ വെളിച്ചം അള്ളാഹു കെടുത്തി കളഞ്ഞു. ദഹബല്ലാഹു ബിനൂരിഹിം. പിന്നെ വതറക്കഹും ഫീ ളുലുമാത്തില്ല, ഒന്നും കാണില്ലല്ലോ. അതൊരു ഉദാഹരണമാണ്. അതായത് വെളിച്ചം അള്ളാഹു തന്നു. അള്ളാഹു ആ വെളിച്ചം തന്നിട്ട് കാണാത്തവർ, കണ്ണുണ്ടായിട്ട് കാണാത്ത മനുഷ്യന്മാരും നമ്മൾ പറയില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ നൂറ്, അള്ളാഹു സന്മാർഗത്തിൻ്റെ വെളിച്ചം ദുനിയാവിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന അവസ്ഥയുള്ളവർ ഇനി കാണണ്ട. അള്ളാഹു തന്നെ എന്ത് ചെയ്യും? അവരുടെ മനസ്സുകളിൽ, അതായത് സത്യവും ധർമ്മവും നീതിയും പുലർത്തി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്മേച്ചുക്കളായ, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് സന്മാർഗദായകമായ സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ പ്രവാചകന്മാരാലും വേദദർശനങ്ങളാലും അതിലൊക്കെ അപ്പുറം സയൻറ്റിഫിക്കലി പ്രൂവ്ഡായിട്ട് നമുക്ക് ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങൾ, ഒരു സത്യസന്ധമായ ഒരു മനുഷ്യൻ്റെ പഠന ഗവേഷണങ്ങൾക്ക് അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക്, പടച്ച റബ്ബിലേക്ക് എത്തുന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനുള്ള സംവിധാനമൊക്കെ അള്ളാഹ് ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കൽബകങ്ങൾ, ഏത് മനുഷ്യൻ്റെ മനസ്സിലും ഒരു ദൈവിക ബോധമുണ്ട് എന്ന. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ സംവിധാനം അതിനോടൊക്കെ പുറംതിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ, അവരിതുപോലെയാണ്. വെളിച്ചം ഉണ്ടായിട്ട് കാര്യമില്ല, അവർ കാണൂല. കാണാത്ത അവരുടെ ഈ നിലപാട്, നേരത്തെ കഴിഞ്ഞ ഇതുമായിട്ട് ബന്ധമുണ്ട്, അതാണ് പറഞ്ഞത്. അവർ പിന്നെ കാഫിറുകളായിട്ട് ജീവിച്ച ആ സത്യനിഷേധികൾ ആ സത്യം അറിഞ്ഞിട്ടും അതിനോട് പുറംതിരിഞ്ഞ് നടക്കുന്നവർക്ക് അള്ളാഹു ചെയ്യുന്ന പണിയാണ്, അവർക്ക് ഇനി വെളിച്ചം കാണണ്ട, അവരുടെ ലൈറ്റ് അങ്ങ് ഓഫാക്കി. അതിപ്പം തീ എന്നാണ് ഇവിടെ നാർ എന്ന് പറഞ്ഞത്. പണ്ട് കാലത്ത് ഡെസേർട്ടിലൊക്കെ തീ എന്ന് പറയുമ്പോൾ ആ വെളിച്ചം കാണാൻ വേണ്ടിയിട്ടാണ്, വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് സംവിധാനം അതേ ഉള്ളൂ. ഇപ്പോൾ ഡെസേർട്ടിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ക്യാമ്പ് ഫയറുകളാണ് ഇപ്പോഴും ഉണ്ടാവുക. ഈ ലൈറ്റുമായിട്ട് ഇത്രയും മരുഭൂമിയുടെ ഉള്ളിലൊക്കെ പോകുക എന്നുള്ള പ്രയാസമാണ്. അപ്പോൾ അവിടെ തീയിട്ടിട്ട് അതിൻ്റെ ചുറ്റും ഇരിക്കുക, അപ്പോൾ വെളിച്ചം ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു തീ അള്ളാഹു കെടുത്തു. അപ്പോൾ ആ വെളിച്ചം ഉണ്ടായിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന, സത്യത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു നിഷേധാത്മക സ്വഭാവമുള്ള കാഫിറുകൾ, അവരുടെ ലൈറ്റ് അള്ളാഹ് ഓഫ് ചെയ്യും. അങ്ങനെ ഓഫ് ചെയ്താൽ എന്താ സംഭവിക്കുക? അടുത്ത ആയത്തിൽ സുമ്മും ബുക്മുൻ ഉംയും ഫഹും ലാ യർജിഊൻ. അവർ ഇനി 3 കാര്യങ്ങൾ ചെയ്യില്ല. സുമ്മും ബുക്മുൻ ഉംയുൻ. അവരിനി ഒന്നും കാണൂല, അവരൊന്നും കേൾക്കൂല, അവർക്കൊന്നും മനസ്സിലാക്കാനും കഴിയില്ല. അതായത് കാണൂല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി സത്യത്തെ കാണാൻ കഴിയില്ല. കാണാത്ത, നമ്മളിപ്പോൾ പലപ്പോഴും പല ആളുകളെ പറ്റിയാലും ഇത്രയൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ അവരെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ പല ആളുകളുടെ നിലപാടുകളെ പറ്റി നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ
യഥാർത്ഥത്തിൽ അവർ ഒരിക്കലും അവരുടെ നിലപാട് മാറില്ല. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇനിയൊന്നും കിടക്കില്ല. ഓക്കെ, അവരുടെ മനസ്സും അവരുടെ കണ്ണും അവരുടെ കേൾവിയും അവരിനൊന്നും കേൾക്കില്ല. അവർക്ക് കേട്ടാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, കണ്ടാലും അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് അവർ തന്നെ അങ്ങ് മാറ്റും. അപ്പോൾ ഹിദായത്ത്, അള്ളാഹു തന്ന ഈ സന്മാർഗം, ഇപ്പം നിങ്ങൾ ഇത് കേൾക്കുന്ന, ഞാനിത് പറയുന്നത്, നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നത് എന്താ? നമുക്ക് സന്മാർഗം ആഗ്രഹിക്കുകയും അതിലേക്ക് യാത്ര ചെയ്യാനുള്ള കൊതിയും അള്ളാഹിൻ്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുകയും ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പഠിക്കുകയും ഖുർആൻ്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ അഹങ്കാരത്തിലും നിലപാടിലും ജീവിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ തന്നെയുണ്ട്. അവരെ മുസ്ലിം നാമധാരികളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവരൊന്നും സന്മാർഗത്തിലാവുകയില്ല, അവർക്കാകാൻ ഇനി സാധിക്കുകയില്ല. അതാണ് കാരണം. ഇത് തേടുന്നവർക്കുള്ളതാണ്, തഖ്വയുള്ള ആളുകൾക്കുള്ളതാണ് വിശുദ്ധ ഖുർആൻ. അവർക്ക് ഇത് വഴികാട്ടിയാവുള്ളൂ. ബാക്കിയുള്ളവരൊന്നും അവർക്കിതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ആയത്തിലേക്ക്. ഔ കസ്വയ്യിബിൻ മിനസ്സമാഇ ഫീഹി, മറ്റൊരു, ഇപ്പം ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു. മസലുഹും കമസലില്ലദി ഒരു ലൈറ്റ് കത്തിച്ചു, അത് കെടുത്തിയ അള്ളാഹു അത് കെടുത്തി കളഞ്ഞു. അപ്പോൾ പ്രകാശം വഴി കാണിച്ചിട്ടും കണ്ടില്ല എന്നടിക്കുന്നവർ ഇനി കാണണ്ട, അള്ളാഹു അത് അങ്ങ് ഓഫ് ചെയ്തു. അവരുടെ ചിന്തകളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ കേൾവിയും ഒന്നും സത്യത്തോട് അവർ പുറംതിരിഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവിനെ അവർ ആ വഴി അങ്ങ് അടച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് ഔ കസ്വയ്യിബിൻ മിനസ്സമ, ആകാശത്തു നിന്ന്, ളുലുമാതും വറഅദും വബർഖ്, ഇടിയും മിന്നലും ശക്തമായ മഴയൊക്കെ ഉണ്ട്. യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം മിനസ്സവാഇഖി ഹദറൽ മൗത്ത്. അപ്പോൾ ഈ ശക്തമായ ഇടിമിന്നലും ശക്തമായ മഴയൊക്കെ ഉള്ളൊരു സമയത്ത്, കുരാകുര ഇരുട്ടിൽ, ഒരാളിങ്ങനെ അയാളുടെ അവരുടെ ചെവിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ നിന്നാൽ എന്താ അവസ്ഥ? ഒരു ഉദാഹരണം പറയണം. അതായത് നമ്മൾ സുരക്ഷിതരാണ് എന്ന് ഒരാൾക്ക് തോന്നുന്ന ഒരു ഫീലാണ്. ഒട്ടകപ്പക്ഷിയുടെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം വിമാനം പോകുന്ന കണ്ടാലോ വലിയ ഒച്ച എന്താ ഉണ്ടായാലും ഒട്ടകപ്പക്ഷി തല ഇങ്ങനെ ഈ മണലിലേക്ക് അങ്ങ് പൂഴ്ത്തും. എന്നുവെച്ചാൽ ഒട്ടകപ്പക്ഷി വിചാരിച്ച് മൂപ്പര് മൊത്തം സേഫായി എന്നാണ്. എന്നതുപോലെ ആകാശത്തുള്ള ഈ മിന്നലേൽക്കില്ല എന്ന് പറഞ്ഞാൽ മിന്നലേൽക്കാറുണ്ട്. വീട്ടിൻ്റെ ഉള്ളിലേക്കും പുറത്തുള്ള റോഡിൽ നടക്കുന്ന മിന്നലേൽക്കും. അപ്പോൾ അത് അതിശക്തമായ അള്ളാഹിൻ്റെ സംവിധാനമാണ് മിന്നൽ. അപ്പോൾ ഈ മിന്നലും ഇടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരാൾ കണ്ണടച്ച് പിടിച്ചിട്ട് ചെവിയിലേക്ക് വിരൽ തിരികെ കഴിഞ്ഞാൽ ഒച്ച കേൾക്കണില്ല, ഞാൻ സേഫാന്ന് ഒരു വിഡ്ഢിയായ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയാണ്. യഥാർത്ഥത്തിൽ മിനസ്സവാഇഖി ഹദറൽ മൗത്ത്, അവൻ്റെ ഭയം, മരണം പേടിച്ചിട്ട് അവൻ ചെയ്യുന്ന പണി എന്താണ്? ചെവിയിൽ വിരൽ തിരുക എന്നാണ്. അപ്പം ഇത് നേരത്തെ പറഞ്ഞ ഉദാഹരണമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഞാനത് കേൾക്കൂല എന്നൊരാളോട് വിചാരിച്ച് അയാളുടെ മനസ്സ് പൊട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ്? അയാളുടെ സന്മാർഗത്തെ അയാൾ എന്ത് ചെയ്തു? വിറ്റു. അയാൾക്ക് തന്നെയാണ് നഷ്ടം. വല്ലാഹു മുഹീതും ബിൽ കാഫിരീൻ, അള്ളാഹു കാഫിറുകളെ വലയം ചെയ്തവനാണ്. അപ്പോൾ കാഫിറുകളെ വലയം ചെയ്യുക പറഞ്ഞാൽ ഇതുപോലെ വലയം ചെയ്തതാണ്. ഒരു കാഫിറായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിലും സാധാരണ മനുഷ്യരുടെ മുഴുവൻ കൺട്രോളും അള്ളാഹിൻ്റെ അടുക്കലല്ലേ. നമ്മളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പും നിയന്ത്രണാധികാരം എല്ലാറ്റിൻ്റെയും അധികാരം അള്ളാഹുവിനാണ്. അപ്പോൾ അള്ളാഹു ഇതുപോലെ ഒരു കാഫിറിനെ വലയം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനെ എപ്പോൾ വേണമെങ്കിലും പിടിക്കും, അവനെ എപ്പോൾ വേണമെങ്കിലും അള്ളാഹു ശിക്ഷിക്കുന്നതാണ്, ദുനിയാവിൽ വെച്ചും നാളെ പരലോകത്ത് വെച്ചും. എന്നിട്ടും അവൻ്റെ ഈ നിഷേധാത്മക സ്വഭാവത്തിൽ അവൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ. എന്നിട്ട് പിന്നെ പറയാണ് യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാ. എന്നിട്ട് രസകരമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഉപമ, എത്ര മനോഹരമാണ് ഇവിടെ. കുല്ലമാ അളാഅ ലഹും മശൗ ഫീഹി വഇദാ അളമ അലൈഹിം ഖാമു.
യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, അവർക്കൊരു ചെറിയൊരു കാഴ്ച, ഈ മിന്നലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മിന്നൽ വന്ന് പോവല്ലോ. നമ്മൾ രാത്രി നല്ല മഴയുള്ള സമയത്ത് വെളിച്ചമൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് നടന്ന എക്സ്പീരിയൻസ് നിങ്ങളെ ലൈഫിലുണ്ടാവും, എൻ്റെ ലൈഫിലുണ്ട്. അങ്ങനെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ മിന്നലിൻ്റെ വെട്ടത്തിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് നടക്കും. അപ്പോൾ ഒരു മിന്നൽ വെട്ടം ഈ നിഷേധാത്മക മനുഷ്യന്മാരിൽ ഇന്നും അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുണ്ടല്ലോ, അള്ളാഹിൻ്റെ ദീനിനെ കളിയാക്കിക്കൊണ്ട് നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവർക്ക് ചില പിടിവള്ളികളൊക്കെ കിട്ടും. അവർക്ക് ചില സർക്കിളുകളൊക്കെ ദുനിയാവിലുണ്ടാവും. അതൊക്കെ ചില പിടിവള്ളികളൊക്കെ കിട്ടും. അവരിങ്ങനെ വല്ലാതെ അധിക്ഷേപിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രമല്ല. ഈ ഇടിയും മിന്നലും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ മിന്നൽ വെളിച്ചത്തിൽ അവർക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിച്ചേക്കാമെന്ന് തന്നെയാണ്. ദുനിയാവിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളെയാണ് അള്ളാഹു ഉദാഹരണമായിട്ട് പറയുന്നത്. കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹ്, കുറച്ചൊന്ന് അവരത് നടക്കും, കുറച്ച് അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇരുട്ട് വരുമ്പോൾ അവരങ്ങ് നിന്ന് പോകും, അവരുടെ നടത്തം. വലൗ ശാഅ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ, എന്നിട്ട് പറയാം അവരെ കേൾവിയും മൊത്തം കാഴ്ചയും മൊത്തമായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, കഴിവില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ. നമുക്കറിയാം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇവരെ ഒപ്പാടെ ആ ഇടിമിന്നൽ തന്നെ അങ്ങ് കൊന്നു കളയാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷെ ഇടിമിന്നലല്ല കേട്ടോ ഇവിടെയുള്ള വിഷയം. ഇടിമിന്നലോ അല്ലെങ്കിൽ ഇവിടെയുള്ള ലൈറ്റ് കത്തിച്ച അതൊക്കെ ഉപമയാണ്, ഉദാഹരണമാണ്. കാരണം ഉദാഹരണങ്ങളിലൂടെ, കഥകളിലൂടെ, ഇപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ചരിത്ര കഥകൾ, ഉപമകൾ ഒരുപാടുണ്ട് ഖുർആനിൽ. അപ്പോൾ ഇതൊരു ഉപമയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. എന്താ ഇടിമിന്നലുണ്ടെന്നോ ഡയറക്റ്റ് മീനിങ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് സത്യത്തോട് പുറംതിരിഞ്ഞ് നടക്കുന്ന ഒരാളുടെ അവസ്ഥ കൃത്യമായ ഉദാഹരണത്തിൽ വെളിച്ചം കാണിച്ചു കൊടുത്തിട്ട് അവന് വെളിച്ചം മനസ്സിലാവണില്ല, അവന് കാണണ്ട. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്ത് നല്ല ഉദാഹരണമാണ് ഈ 17-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഒരു ലൈറ്റ് കാണിച്ചിട്ട് അതാ അവിടെ വെളിച്ചം ഉണ്ടോ, അത് കാണുന്നില്ല. ഇനി ഇജ് കാണണ്ട വെളിച്ചം, നിങ്ങൾ ആലോചിച്ച് നോക്കും. ആ ലൈറ്റഡ് ഓഫാക്കിയല്ല, ഇനി അവൻ കാണണ്ട, അവൻ്റെ മനസ്സിലേക്ക് ഇനി ഒന്നും കയറൂല. അവൻ്റെ കാഴ്ചയും അവൻ്റെ ഹൃദയത്തിലും സത്യം അവന് മനസ്സിലാവില്ല. അപ്പം മാത്രമല്ല, അയാൾ സഞ്ചരിക്കുന്ന അയാളുടെ വഴിയാണ് ശരിയെന്ന് വിചാരിച്ച അയാൾ വിഡ്ഢികളുടെ സ്വർഗത്തിലെ അല്ല പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ അവർ ഈ ഭൂമിയിൽ ജീവിക്കും. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറഞ്ഞാൽ. അപ്പം അവരതുപോലെ അങ്ങനെ ആ കാഫിറുകൾ അവരുടെ നിഷേധാത്മക സ്വഭാവത്തിലും സത്യത്തോട് പുറംതിരിഞ്ഞു അവരങ്ങനെ ജീവിച്ചോട്ടെ. അവരുടെ നിലപാടൊക്കെ ഏത് വിഷയം വന്നാലും അവരുടെ നിലപാട് അങ്ങനെ ആയിരിക്കും. അള്ളാഹും റസൂലും ദൈവിക ദർശനങ്ങളൊന്നും അവർക്ക് ആവശ്യമല്ല. അവരെ വിചാരം ആ ഒരു കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അത് അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. പിന്നെ മാനം മുട്ട അഹങ്കാരവും ഇത് മതി ഒരു മനുഷ്യനെ വഴികേടിലെത്തിക്കാൻ, ലലാലത്തിലെത്തിക്കാൻ. അപ്പോൾ ആ ഒരു വഴിയിൽ അവന് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അവന് പോകുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇടിയും മിന്നലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ആ ഒരു ചെറിയ മിന്നലിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് നടക്കണുണ്ടെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവൻ്റെ വിചാരം ആ വെളിച്ചത്തിൽ ഇങ്ങനെ പോകാമെന്നാണ്, അധികം പോവില്ല. എന്നെങ്കിലും അവന് ഇടിമിന്നലേൽക്കും. എന്നിട്ട് പറയാം അവന് മരണഭയം. ശരിക്കും മരണഭയം കാഫിറിനേ ഉള്ളൂ. യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് സുനിശ്ചിതമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഖുർആൻ അത് പറഞ്ഞതാണ്, എല്ലാ മനുഷ്യന്മാരും മരിക്കുകയും ചെയ്യും. പക്ഷേ ഇവൻ മരണഭയത്താൽ ഈ ചെവിയിൽ വിരൽ ഒട്ടകപക്ഷീൻ്റെ പോലെ തന്നെ ഇവനിങ്ങനെ തിരികെ കൊണ്ട് ഇവൻ വിചാരിക്കുകയാണ് അവൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു. ഇത് രക്ഷപ്പെടില്ല. അല്ലാഹു മുഹൈത്തും ബിൽ കാഫിരീൻ. എന്നിട്ട് പറയാണ് ഈ വെളിച്ചം കിട്ടുമ്പോൾ അവന് നടക്കുന്നുള്ളൊക്കെ വിഷയം. ഇനി അടുത്ത ഇവിടെ ആ പാർട്ട് തീരുകയാണ്. ഈ സമയം വബുസൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ്റെ കേൾവിയും കാഴ്ചയും സമഅഹിം വ അബ്സാരിഹിം അത് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് എടുക്കായിരുന്നു അള്ളാഹ്ക്ക്. അതങ്ങ് നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അതൊന്നും അള്ളാഹ് ചെയ്യുന്നില്ല, അവർക്ക് സമയം കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി പറയുന്നത് കാഫിറുകളോടും യാ അയ്യുഹന്നാസ്. നമ്മൾ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ അഭിസംബോധന മുത്തഖികളോട് പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്മാരോട് പറയുന്ന പോലെ ഉണ്ട്. അങ്ങനെ പല വിളികളുണ്ട്. അയ്യുഹന്നാസ് എന്നാണ് ഇവിടെ എല്ലാവരോടും. ഇതിലെല്ലാം ഓ മാൻകൈൻഡ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇനിയുള്ള വിഷയങ്ങൾ പറയുന്നത്. അപ്പം കാഫിറുകൾ സ്വഭാവം ഇങ്ങനെ 2-ാമത്തെ പേജിൽ 6 മുതൽ
അപ്പോൾ ഏകദേശം 20 വരെയുള്ള ആയത്തുകൾ മുഴുവനും കാഫിറുകൾ അവരുടെ സ്വഭാവം, അവരുടെ നിലപാടുകൾ ഇതൊക്കെ പറയാം. ഇതൊക്കെ നമ്മുടെ മനസ്സിലും കുഫിരിയത്ത് എത്ര ഉണ്ട് എന്ന് ഒരു വിശകലനം നടത്തണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തോടും ദീനിനോടും ദീനിൻ്റെ നിലപാടുകളോടും അള്ളാഹുവിൻ്റെ നിയമങ്ങളോടും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളെടുക്കുന്ന നിലപാടുകളിൽ കുഫിരിയത്തുണ്ടോ എന്ന്. അപ്പോൾ കാഫിർ തന്നെ ഒരു ബ്രാൻഡഡ് ഐറ്റം ഒരു മനുഷ്യൻ എന്നുള്ളതിലപ്പുറം ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലായിട്ട് പിന്നെ വെളിച്ചം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ നമ്മുടേതായ വഴികളിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പരിണിത ഫലം വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ തള്ളിവിടും എന്ന് തന്നെയാണ് 20 വരെയുള്ള ആയത്തുകൾ പറയുന്നത്. ഇനി നമ്മൾ 21-ാമത്തെ ആയത്തിലേക്ക്, ഇവിടെ വേറെ വിഷയം ഒന്ന് മാറ്റുകയാണ്. അള്ളാഹു വിഷയം മാറ്റിയിട്ട് മുഴുവൻ ജനങ്ങളെ അഭിസംബോധന ചെയ്യാണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ, ഇബാദത്ത് ചെയ്യൂ ജനങ്ങളെ, എൻ്റെ പ്രിയമുള്ള ജനങ്ങളെ ഇബാദത്ത് ചെയ്യൂ, ഇബാദത്ത് ചെയ്യൂ. അപ്പോൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫാത്തിഹയിലെ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ല. പക്ഷെ ഒറ്റ വാക്കിൽ പറയാണ്, ആരാധനാനുഷ്ഠാനങ്ങളല്ല ഇബാദത്ത്. ആരാധനാനുഷ്ഠാനങ്ങളാണ് ഇബാദത്ത്, അത് ഇബാദത്തിൽ പെടുന്നതാണ്. പക്ഷെ ജീവിതം എന്ന് പറയുന്ന നമ്മൾ 24 മണിക്കൂറിൽ 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 18 മണിക്കൂറാണ് ഇബാദത്ത്. അത് മുഴുവനും ഇബാദത്തായിട്ടൊരു ആബിദ്, സമ്പൂർണ്ണ അടിമത്വം അള്ളാഹുവിൽ നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട്. ചിലരുടെ വിചാരം നിസ്കാരം, പള്ളി അതിലൊതുങ്ങി എന്നാണ്. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തിബന്ധങ്ങളിലേക്ക്, മാതാപിതാക്കളെ പരിപാലിക്കുന്ന വിഷയത്തിലേക്ക്, മക്കളുടെ വിഷയത്തിലേക്ക്, എല്ലാറ്റിലേക്കും പടർന്നിരിക്കുന്ന വിശാലമായി ഉൾക്കൊള്ളേണ്ട ഒരു വാക്കാണ് ആബിദ്. എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. റബ്ബുക്കും, നിൻ്റെ റബ്ബ് എന്നാണ് പറഞ്ഞത്, നിൻ്റെ റബ്ബ്. ഈ റബ്ബുക്കും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്ത് തന്നെ പറഞ്ഞു. റബ്ബുക്കും ഉല്ലദീ ഖലഖക്കും, നമ്മളെ സൃഷ്ടിച്ച അള്ളയാണ്, ഇവിടുത്തുള്ള വേറെ ആരുമല്ല, ഏതെങ്കിലും മനുഷ്യനല്ല, ഇവിടുത്തെ ആൾദൈവങ്ങളല്ല, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ച്. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു ക്രിസ്ത്യൻ, കേൾക്കുന്ന ഒരു ഹിന്ദു, അല്ലെങ്കിൽ വേറൊരു സിഖുകാരൻ, അവരോടൊക്കെ പറയണത് നിങ്ങൾ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കണം എന്നല്ല അല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പം മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹുവിനെ എന്നല്ല പറയുന്നത്. യാ യുവന്നാസ് മാൻകൈൻഡ്, എല്ലാവരും, ചൈനക്കാരനും യൂറോപ്യനും ഈസ്റ്റും വെസ്റ്റും പടിഞ്ഞാറും അറബിയും അനറബിയും ലോകത്തെല്ലാ ഭാഷ സംസാരിക്കുന്നവരും ഇനി ആദിവാസികളും കാട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒന്നും അറിയാത്ത അവരോടും പറയാ, നിന്നെ ആരോ സൃഷ്ടിച്ചത് അല്ലേ? പരിചിതമല്ലാത്ത പണ്ടാരൊക്കെ പറയാറുണ്ട് ഖുറൈശികളുടെ ദൈവമായ അള്ളാഹു. ഖുറൈശികളുടെ ദൈവമായിട്ട് അള്ളാഹുവിനെ പറ്റി ഇവിടെ പറയുന്നില്ല ഖുർആനിൽ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവായ റബ്ബിനും കൂടുതൽ വിശദീകരണം ഇപ്പോൾ പറയുന്നില്ല. ഫാത്തിഹയിൽ നമ്മൾ റബ്ബ് വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റബ്ബുകുമുല്ലദീ ഖലഖക്കും, ആ റബ്ബിൻ്റെ വിശേഷണം നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു സിഖ് മതവിശ്വാസിയായ ഒരു മനുഷ്യൻ വന്ന് പറയും ഇന്ന ആളാണ് എന്നെ സൃഷ്ടിച്ചത്. ഓക്കെ, ആ ദൈവത്തെ വിളിച്ചാൽ മതി. ആ ദൈവം എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ റബ്ബ്. അപ്പോൾ നമ്മുടെ മുമ്പ് ഇത്ര മനുഷ്യന്മാർ, ഈ കോടാനുകോടി മനുഷ്യന്മാർ ഈ ഭൂമുഖത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയി. അവരൊക്കെ ആരാ സൃഷ്ടിച്ചിട്ടുള്ളത്? ഖാലിഖാരാണ്, പ്രപഞ്ചനാഥനാരാണ്. ആ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്നേ പറഞ്ഞോളൂ. ലഅല്ലകും തത്തഖൂൻ. അപ്പോൾ ആ തഖ്വയിലേക്ക് വീണ്ടും വരികയാണ്. എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? തഖ്വ ഉണ്ടാവും. ലഅല്ലകും തത്തഖൂൻ, സൂക്ഷ്മാലുക്കളായി തീരാൻ. അപ്പോൾ ഇബാദത്തിലൂടെ അള്ളാഹുവിൻ്റെ സൂക്ഷ്മാലുക്കളായ ദാസന്മാരായിട്ട് മാറണേ എന്ന് അള്ളാഹു പറയാണ് ലോക സമൂഹത്തോട്. തഖ്വ എന്താന്ന് വീണ്ടും നമുക്കൊന്ന് തിരിച്ചു വരാം. ഈ ഒരു പോയിന്റിലേക്ക് ഈ 25ഓളം ആയത്തുകളെ കണക്ട് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ. ഇത്രയും വിഷയങ്ങൾ ഇവിടെ വന്നിട്ട് തഖ്വ ഉള്ളവരായിട്ട് മാറൂ എന്ന്
അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷൻ. എന്നിട്ട് നമ്മുടെ ചിന്തകളെ, ഈ വിഷയം ഇവിടെ പറഞ്ഞിട്ടേ നമ്മൾ ആദ്യം മുതൽ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കൂ. മുത്തഖികൾ വിശുദ്ധ ഖുർആൻ ആർക്ക് വേണ്ടിയുള്ളതാന്ന് പറഞ്ഞു. എന്നിട്ട് ആ വിഷയത്തെ തഖ്വയുമായിട്ട് ബന്ധപ്പെടുത്തി തഖ്വ എന്താണ്, തഖ്വയുടെ മുത്തഖികളുടെ സ്വഭാവ വിശേഷങ്ങൾ ഒന്നാമത്തെ പേജിൽ പറഞ്ഞു. പിന്നെ രണ്ടാമത് കാഫിറുകൾ, അവരുടെ സാമൂഹ്യ നിലപാടുകൾ, അവർക്ക് ദുനിയാവിൽ സംഭവിക്കാൻ പോകുന്ന പരിണിത ഫലമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, നിങ്ങൾക്ക് തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ. അപ്പോൾ ഇബാദത്തിലൂടെയാണ് നമ്മൾ സൂക്ഷ്മാലുക്കളായിട്ട് മാറുക എന്നുള്ളതും ഈ ഒരു ആയത്ത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. എന്നിട്ട് പറയാണ്, ഇത് അല്ലദീ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ മുമ്പുള്ള ആയത്തിന്, ഇപ്പോൾ ഇവിടെ ഈ അബ്ദു എന്ന് പറഞ്ഞിട്ട് ഇല്ലദീ എന്ന് പറയുമ്പോൾ ഇതിനായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ റബ്ബായിട്ടുള്ള, അതുപോലെ സൃഷ്ടാവായിട്ടുള്ള നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. വേറെ ആരെയും ഒരു പുതിയ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. കാലങ്ങളായിട്ട് ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു, പല ആളുകളും മുസ്ലിം മുസ്ലിം അല്ലാത്ത സഹോദരങ്ങളുടെ പ്രഭാഷണങ്ങളിലൊക്കെ മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹു, മുസ്ലിങ്ങളെ ഇസ്ലാം ഉണ്ടാക്കിയ മുഹമ്മദ് നബി എന്നൊക്കെ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ നിരർത്ഥകമായ വാദങ്ങളാണ്. യഥാർത്ഥത്തിൽ ആദ്യ മനുഷ്യൻ ആദം അലൈഹി സ്വലാം മുതൽ എന്താണോ ക്രിസ്ത്യാനികളുടെ ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ചത് അത് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിക്കുന്നതും. ഈസാ അലൈഹി സ്വലാം എന്തിനാ വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ള, ഞാൻ ഈസാ അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് പറയാനാണ്. ഞാൻ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനാണ് എന്നും ഏകദൈവമേ ഉള്ളൂ എന്നും ആ അള്ളാഹുവിൽ വിശ്വസിച്ച് അടിയുറച്ച് ജീവിക്കണമെന്ന് പറയാനാണ് ഈസാ നബി വന്ന നബിയെ പിടിച്ച് ദൈവമാക്കിയതിൽ എന്ത് ചെയ്യാൻ? ഒരു മന്ത്രിയുടെ, ഒരു മിനിസ്റ്റർ ഒരാളെ പ്രതിനിധിയായിട്ട് ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അയച്ചു. മിനിസ്റ്റർ പങ്കെടുക്കേണ്ട ഒരു പരിപാടിക്ക് വേറെ ആളെ അയച്ചു. അയാൾ വന്നപ്പോൾ അയാളെ മിനിസ്റ്ററായിട്ട് കണ്ടിട്ട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ. അയാൾ ഗസ്റ്റാണ്, അത്രയേ ഉള്ളൂ. പകരക്കാരനായിട്ട് വിട്ടതാണ്. അല്ലെ നമ്മളെ ബാപ്പനെ വിളിച്ച കല്യാണത്തിന് മോൻ ചെന്ന്, അപ്പോൾ ബാപ്പയാണെന്ന് വിചാരിക്കരുതല്ലോ. അപ്പോൾ വേറെ മോന് വേറെ, മോനെ പിടിച്ച് ബാപ്പയാക്കാൻ പറ്റില്ല എന്ന പോലെ അള്ളാഹു അയച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ, അവിടെയും ദൈവപുത്രൻ എന്നുള്ള സങ്കല്പം, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പഠിച്ചു. ദൈവപുത്രൻ, അള്ളാഹുവിന് അങ്ങനെ പുത്രൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഇല്ല. അത് മനുഷ്യനെ പുത്രനാക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈസാ അലൈഹി സ്വലാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവാത്തതുകൊണ്ടല്ല, അതൊക്കെ മനസ്സിലായിട്ടും ആ ഇരുട്ടത്തെ അവരങ്ങനെ ചെവിയും തിരുകി കാണേണ്ട സത്യത്തെ കണ്ണടച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അവർക്കുള്ളതാണ് ഈ മേലെ പറഞ്ഞ 20 വരെയുള്ള ആയത്തുകൾ. എന്നിട്ട് 21-ാമത്തെ ആയത്തിൽ പറയാണ്, നമ്മൾ വിശ്വാസികൾ, ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളെ, അല്ലെങ്കിൽ ലോക ജനസമൂഹമേ, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ ആരാണ് സൃഷ്ടിച്ച ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾക്ക് മുമ്പ് ഉള്ള മനുഷ്യ സമൂഹത്തെയും സൃഷ്ടിച്ച റബ്ബിന് ഇബാദത്ത് ചെയ്യുക. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. അല്ലദീ ജഅല ലക്കുമുൽ അർള. എന്നിട്ട് വേറെ വിഷയം, അവിടുന്ന് വേറൊരു ചിന്തകളെ നമ്മുടെ ഖുർആൻ എപ്പോഴും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم. നിങ്ങൾക്ക് റിസ്ഖ് തന്നു. സമറാത്ത്, വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ, നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ, ഭക്ഷണങ്ങൾ, പദാർത്ഥങ്ങൾ എല്ലാം നമുക്ക് മണ്ണിൽ നിന്ന് അള്ളാഹു ഫഅഖ്റജ, മുളപ്പിച്ചു തന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ തിന്നുന്നതിൽ 90% ഇത് തന്നെയല്ലേ. മണ്ണിൽ നിന്ന് കിളിർത്ത് വന്ന, മണ്ണിൽ നിന്ന് ചെടി പൊട്ടിമുളച്ച് വളർന്ന് അതിലൂടെ വിഭവസമൃദ്ധമായ ഭക്ഷണം, നല്ല ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാം. പിന്നെ ഈ മാംസം, അത് വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് കടൽ അല്ലെങ്കിൽ മറ്റ് ഇറച്ചിയൊക്കെ കഴിക്കുന്നത്. ബാക്കി ഒഴിച്ചെല്ലാം മണ്ണിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി തരുന്നത്. ഈ മണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ സമാ, ആകാശത്ത്, അൻസല മിന സമാ, ആകാശത്തു നിന്ന് മഴ കിട്ടിയോണ്ട് അതുണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ജലസേചന പദ്ധതികളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വല്ല പുഴയിൽ നിന്നോ കുളത്തു നിന്നൊക്കെ
വെള്ളം മോട്ടർ അടിച്ചിട്ട് അങ്ങോട്ട് കയറ്റണില്ലേ എന്ന് ഒരാൾ ഈ ആയത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ആ കുളത്തിലേക്കും പുഴയിലും ഒക്കെ വെള്ളം എങ്ങനെ വരുന്നത്? അപ്പോൾ അതിൻ്റെ സൈക്കിള് അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള കുട്ടിക്കാലത്ത് നമ്മളൊക്കെ സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. ആ സൈക്കിള് അല്ലേ, കടലിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കപ്പെട്ട് നമ്മളതിൻ്റെ ആ ഒരു സയൻറ്റിഫിക് മെത്തേഡൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഉപ്പ് ജലം, കടലിൽ ഉപ്പാണ്, ഈ ഉപ്പ് വെള്ളത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ചില ഗൾഫ് രാജ്യങ്ങളൊക്കെ അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തെ മാറ്റിയിട്ട് നല്ല വെള്ളം, വലിയ എക്സ്പെൻസീവാണത്. വളരെ സാധാരണ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വെള്ളം മിനറൽ വാട്ടറായിട്ട് അതിൻ്റെ പിന്നെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിനേക്കാൾ നല്ല എക്സ്പെൻസീവാണ് ഉപ്പുവെള്ളം മാറ്റുന്നത്. അത്രയും പണിയാണ്. പക്ഷെ അള്ളാഹു എന്ത് സിമ്പിളായിട്ടാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു എന്ത് സിമ്പിളായിട്ടാണ് ആകാശത്തേക്ക് ഇതിനെ സൂര്യൻ, അതും സൂര്യനാണ്, സൂര്യൻ്റെ വെളിച്ചം, ആ പ്രകാശം അത് കടലിലെത്തുന്നു, അത് ബാഷ്പീകരിക്കപ്പെടുന്നു, മഴ മേഘങ്ങളായിട്ട് അത് കാറ്റ് ആ മേഘത്തെ വഹിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്ത് എവിടെയെങ്കിലും പിന്നെ തിരുവനന്തപുരത്താവട്ടെ കാസർഗോഡാവട്ടെ ഏത് ജില്ലയിലാവത് മഴ പെയ്യേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. മേഘങ്ങൾ അത് വലിച്ചു കൊണ്ടുവന്ന് ഷവർ ചെയ്യാണ്, ഇങ്ങനെ മഴ ധാര ആ മഴയുടെ തുള്ളികളെ വരെ നമ്മൾ ആലോചിക്കും. അത് ഒരു ഇലകൾക്കോ ചെടികൾക്കോ ഒന്നും പ്രയാസമില്ലാത്ത രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം ധാരയായിട്ട് മണ്ണിൽ ഊർന്നിറങ്ങി അത് നമ്മുടെ ഭൂഗർഭ ജലാശയങ്ങളിലേക്ക്, അതുപോലെ ചെടികൾക്ക് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ വെള്ളം കിട്ടിയാൽ അത് വളർന്ന് അതിൽ നിന്ന് ഭക്ഷണം നമുക്ക് കിട്ടുന്നു. എന്നിട്ട് പറയുമല്ലോ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അപ്പോൾ അള്ളാഹിൻ്റെ റിസ്ഖ് തന്ന ആ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് അള്ളാഹുവിന് പങ്കാളികളെ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ അള്ളാഹുവിന് പങ്കാളികളെ പിന്നെ കൽപ്പിക്കാതിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നാമത്തെ ആയത്തിൽ പറയുന്നു നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, നിങ്ങൾ സൃഷ്ടിച്ച് വെറുതെ വിടുകയല്ല ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി മഴ വർഷിക്കുകയും നിങ്ങൾക്ക് ഭക്ഷണം തരികയും ചെയ്ത റബ്ബിന് നന്ദി കാണിക്കുക. നിങ്ങൾക്ക് വിവാഹത്തും താലും നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ, അപ്പോൾ വിവരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതൊരു വിവരമാണ്. ഈ വിവരം വിവേകത്തിൽ നിന്നുണ്ടാവുന്ന വിവരം, അറിവിന് ഇൽമ്, ഇവിടെ അറിവിന് ഒരു ഉപോത്ബലകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറിവ് എന്നത് ഹൃദയത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഹൃദയത്തിലേക്ക് ഒരാളുടെ മനസ്സിൻ്റെ കൽബിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് അറിവുണ്ടാവുന്നത്. അപ്പോൾ അറിവ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിന് നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പ് ഉള്ള ആളുകളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച്, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ചെടികൾ മുളപ്പിച്ച് അതുവഴി ഭക്ഷണം തന്ന് നിങ്ങൾക്ക് തിന്നാൻ തരുന്ന, നിങ്ങളുണ്ടാക്കി നിങ്ങൾക്ക് തിന്നാൻ തരുന്ന നിങ്ങളുടെ റബ്ബിനെ, ഓ മാഷാ അല്ലാഹ്, എന്തൊരു പ്രയോഗമാണ് അല്ലേ. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ. ഫലാ തജഅലു ലില്ലാഹി എന്ന് അവിടെയും പറയുന്നത്, അള്ളാഹുവിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ മറ്റൊരു പിന്നെ ദൈവത്തെ ആക്കിയിട്ട് മാറ്റാതെ, ഇപ്പോൾ വേറെ പങ്കാളികളെ കൽപ്പിക്കാതെ നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ ഈ കാര്യം ചെയ്ത് കാര്യം ഇബാദത്ത് ചെയ്യുക, തഖ്വയുള്ളവരായിട്ട് മാറുക. എന്നിട്ട് അടുത്തായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ സംശയമാണ്. റൈബ് എന്നുള്ള വാക്ക് നമ്മൾ ദാലിക്കൽ കിതാബുൽ റൈബ് ഫസ്റ്റ് ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംശയം, ഡൗട്ട്. നിങ്ങൾക്ക് ഒരു സംശയമില്ല എന്ന് പറഞ്ഞത് മുത്തഖികൾക്ക് സന്മാർഗദായക ദർശനമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നതിൽ സംശയമില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ, ഒരു സൂറ, നിങ്ങൾ ഇതുപോലൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുപോകാം. ഇത് അറബ് സമൂഹത്തോട് ഈ ഖുർആൻ എത്ര കാലമായി അറിയോ? ഇത്രയും കാലമായിട്ട് ഇന്നും അറബികളുണ്ട്, അന്നും അറബികളുണ്ട്. അന്നുള്ള വെല്ലുവിളിയായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറബ് ലോകത്തോടുള്ള വെല്ലുവിളി. അന്ന് പിന്നെ നമ്മൾ വിചാരിക്കുക അന്നും അറബ് ലോകത്തും പണ്ഡിതന്മാരായ ആളുകളുണ്ട്, അറബ് പാണ്ഡിത്യമുള്ളവരുണ്ട്, കവിതകൾ ധാരാളം എഴുതുന്ന ആളുകളുണ്ട്. അവരോടൊക്കെയുള്ള വെല്ലുവിളിയാണ് നിങ്ങളൊരു സൂറത്ത് കൊണ്ടുപോകാം.
അല്ല ഈ പറയുന്ന ഖുർആനെ പോലെ നിങ്ങൾ ഇതുപോലെ സൂറത്ത് നിങ്ങൾ കൊണ്ടുപോകുക ഒരധ്യായം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഖുർആൻ്റെ വിഷയത്തിലുണ്ടെങ്കിൽ മിമ്മാ നസ്സൽന അല അബ്ദിന ഫഅ്തൂ ബിസൂറ, ഞാൻ എൻ്റെ ആബിദീങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ഈ വിശുദ്ധ വേദഗ്രന്ഥം ഖുർആനിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രവാചകൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, ഇനിയുണ്ടോ എങ്കിൽ നിങ്ങളൊരു സൂറത്ത് ഉണ്ടാക്കി, ഇതുപോലെ നിങ്ങളൊരു സൂറത്ത് ഉണ്ടാക്കി. മിസ്ലി ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടെങ്കിലും വദഉ, അതിന് വേണമെങ്കിൽ നിങ്ങൾ ശുഹദാഅക്കും. എന്ത് രസകരമാണ് ഈ ഖുർആൻ, മാഷാ അല്ലാഹ്, എന്ത് രസകരമായിട്ടാണ് അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നത്. വദഉ, നിങ്ങൾ കൂട്ടിക്കോ, എല്ലാവരും കൂട്ടിക്കോ. ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളാണ് പറയുന്നത് സത്യം, ഈ ഖുർആനൊന്നും ശരിയല്ല, പ്രവാചകൻ അള്ളാഹിൻ്റെ നബിയൊന്നുമല്ല, അല്ലല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് പറയുന്ന ഒരു വെല്ലുവിളി. ഇന്നും ആ വെല്ലുവിളി അവിടെ നടക്കുകയാണ്, ഇവിടെ കിടക്കുകയാണ് ആ വെല്ലുവിളി. നിങ്ങൾ ഈ ഖുർആനെ പോലെ വേറൊരു ഖുർആനെ കൊണ്ടുപോവാ, അല്ലെ സത്യദൈവത്തെ നിങ്ങൾ വേറെ പറയുന്ന ദൈവമുണ്ട്, ആ ദൈവത്തെ നിങ്ങൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഖുർആൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സൂറത്തെങ്കിലും ഉണ്ടാക്കുക. അതിന് വേണമെങ്കിൽ നിങ്ങൾ അല്ലല്ലാത്ത ഈ ദുനിയാവിലെ മുഴുവൻ ഫോഴ്സും മുഴുവൻ ആൾക്കാരും നിങ്ങൾ കൂട്ടിക്കോ, നിങ്ങളെ പണ്ഡിതന്മാരെയോ നിങ്ങളെ പിന്നണി ആളുകളെയൊക്കെ നിങ്ങൾ കൂട്ടാളികളെ മുഴുവൻ കൂട്ടിക്കോളൂ, നിങ്ങൾക്കിത് സാധിക്കുമെങ്കിൽ, നിങ്ങൾ പറയണതാണ് സത്യമെങ്കിൽ. അപ്പോൾ കുഫ്രിയത്തുമായിട്ട് സത്യനിഷേധവുമായിട്ട് ജീവിക്കാൻ തന്നെ ഇറങ്ങി തിരിച്ച ആളുകളോടൊരു വെല്ലുവിളി കൂടി നടത്തുകയാണ് അല്ലാഹു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഖുർആൻ കൊണ്ടുപോവാ. ഫഇല്ലം തഫഅലു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണില്ലേ, വലൻ തഫഅലു ഫത്തഖുന്നാർ, നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാനും കഴിയില്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കത് സാധിക്കില്ല. അതായത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ എൻ്റെ മാന. ഫത്തഖുന്നാറുള്ള, നിങ്ങൾ നാറിനെ സൂക്ഷിച്ചു. നമ്മൾ ഈ നാർ എന്ന് പറയുന്നത് തീയാണ്. ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ. ഇവിടെ സ്വാഭാവികമായിട്ട് കല്ല് കത്തുക എന്ന് പറയുമ്പോൾ കല്ല് കത്തുമോ? നമ്മളൊരു ഒരു 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 പിന്നെ കല്ലെടുത്തിട്ട് കത്തിക്കാൻ ശ്രമിച്ചു നോക്കുക. ഹജർ എന്നാണ് കല്ല് എന്നാണ്. ഹജറുൽ അസ്വദ് കേട്ടില്ലേ? ഹജർ നരകത്തിലെ കല്ലാന്നല്ലേ. അപ്പോൾ ആ കല്ല് കത്തുമോ? കല്ല് കത്തൂല. പക്ഷേ നോർമൽ ഫയറിൽ എല്ലും കത്തൂല. ഒരു ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ എൻ്റെ എല്ല് കത്തൂല, കത്തിക്കരിഞ്ഞു പോകില്ല. അല്ലെ അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള നമ്മൾ ഗ്യാസ് കട്ടറൊക്കെ പോലെയുള്ള അതിൻ്റെയൊക്കെ ഫയർ ഉപയോഗിച്ചിട്ട് വേണം കത്തിക്കാൻ. അപ്പോൾ ഹിജാറത്തും മനുഷ്യനും കത്തുന്ന അതിശക്തമായ തീയെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇതിനും ചെയ്യാൻ കഴിയണില്ലെങ്കിൽ നോക്കൂ, ഇത്രയും വ്യക്തമായ വിശുദ്ധ ഖുർആൻ ഇവിടെ ഈ ദുനിയാവിലുണ്ടായിട്ട് അവരത് മനസ്സിലാക്കാതെ ഉഇദ്ദത്ലിൽ കാഫിരീൻ, അത് കാഫിറുകൾക്ക് തയ്യാറാക്കിയിട്ടുള്ളതാണ്. സത്യനിഷേധികളായ ഒന്നും ആലോചിച്ചു, കാഫിറുകൾക്ക് തയ്യാറാക്കപ്പെട്ട തീ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഈ അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള തീയാണ്. നരകം ഒരു സെക്ഷൻ അല്ല കേട്ടോ. സ്വർഗം പോലെ, സ്വർഗത്തിൻ്റെ തട്ടുകളെപ്പോലെ നരകത്തിലും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട കാഫിറുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ട്. സന്മാർഗ ദർശനം ഭൂമിയിൽ ഉണ്ടായിട്ടും അത് അനുസരിച്ച് ജീവിക്കാനോ അതിനെ മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ സാധിക്കാതെ സത്യത്തോട് പുറംതിരിഞ്ഞ് ജീവിച്ച സത്യനിഷേധികളായ ആളുകൾ, അവർക്ക് കഠിനമായ ശിക്ഷയാണ് നരകത്തിൽ വരാനുള്ളത് എന്നും ഇവിടെ പറയാണ്. ഉഇദ്ദത്ലിൽ കാഫിരീൻ. സാന്ദർഭികമായിട്ട് ഞാൻ ആ സൂറത്തുൽ ഹുമസയിലേക്ക് അതൊന്ന് കണക്ട് ചെയ്യാണ്. നാവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം കുത്തുവാക്കുകളും അധിക്ഷേപമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഹൃദയങ്ങൾ തുളച്ചു കയറുന്ന ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞ ആ വിഷയം നമ്മളിവിടെ കാഫിറുകൾക്ക് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇതേ സമാനമായിട്ട് അത്രക്കും വലിയ കഠിനമായ ശിക്ഷയാണ് നാവ് കൊണ്ട് മറ്റുള്ളവരെ കളിയാക്കി ഇൻസൾട്ട് ചെയ്തും ജീവിച്ചവർക്ക് എന്ന് ചേർത്ത് വായിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. കാഫിറുകൾക്കാണ് ഏറ്റവും കാരണം ഇത്രയും കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും ആ ഒരു മനസ്സും പിന്നെ തൗഫീഖും നൽകി നമ്മളെ അള്ളാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണേ. അള്ളാഹുവെ
കുഫിരിയത്തിൻ്റെ മനസ്സോടുകൂടെ, നിഷേധാത്മക മനസ്സോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിലും അങ്ങനെയുള്ള നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ പുറത്തു തരണേ അല്ലാ. നിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിച്ച് മരണപ്പെടാനുള്ള വലിയ ഭാഗ്യം ചെയ്ത അംബിയ മുർസലുകളുടെ, പ്രവാചകന്മാരുടെ, സഹാബെ കിറാമിൻ്റെ ആ സത്യസന്ധരായ സ്വാലിഹീങ്ങളുടെ വഴിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ.